തൃശ്ശൂർ ചാവടി ഹോട്ടൽ. തൃശ്ശൂർ അതറിയാത്ത അധികം പേരുണ്ടാവില്ലല്ലേ നമ്മുടെ ചാവടി ഹോട്ടൽ. ഒരു വീട്ടും പുറത്ത് തുടങ്ങിയിട്ടുള്ളൊരു സംരംഭമാണ് തൃശ്ശൂർ ചാവടി ഹോട്ടൽ. അപ്പോൾ നമ്മളിന്ന് അവിടെയാണ് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ദുബൈയിലത്തെ സ്കൈ ഡൈനിങ് ഒക്കെ പോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തെറ്റി കഴിഞ്ഞാൽ താഴത്ത് വീഴും. അതിലൊരു കോണിയും കൂടെ വേണം അതിൻ്റെ മേലേക്ക് കയറാൻ വേണ്ടിയിട്ട്. സംഭവം ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-5 തരം ഗ്രേവികളാണ്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഒരു ബീഫ്, ഒരു ചിക്കൻ, ഒരു മീൻകറി. അത് ചോറിൻ്റെ കൂടെ ഇവർ കൊടുക്കണ ഒരു സ്പെഷ്യലാണ്. നമുക്ക് ഏതാ വേണ്ടിച്ച് തിരഞ്ഞെടുക്കുക. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. പിന്നെ അതേപോലെ തന്നെ നല്ല അടിപൊളി ബീഫ് റോസ്റ്റ്. കിട്ടില്ലം ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചോറ് വന്നു. അപ്പോൾ നമ്മൾ ഒരു കുഴി കുത്തിയിട്ട് അടുത്തത് നമ്മൾ ബീഫിൻ്റെ ചാറ് അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ബീഫിൻ്റെ ചാറ് ഇപ്പോൾ വരും, അതും കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരച്ചാറ്, ഒരു മുതിരപ്പേരി, ഒരു തക്കാളിക്കറി, ഈ ഒരു 3 ഐറ്റം വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ താരം ബീഫ് ചാറ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ ഇതിന്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളിന്ന് നേരത്തെ എത്തിയ കാരണമാണ് ഇവിടെ ആരും ഇല്ലാത്തത്. ഒരു 1 മണിക്ക് ശേഷം വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ എഴുതി കാണിച്ച പോലെ ചെമ്പൻ വിനോദ്, IM വിജയൻ, അതുപോലെ നമ്മുടെ ടീമുണ്ടല്ലോ, ഈ ടീമിനെ അറിയില്ലേ, ടീമെ വിളിക്കണ കുരിശ് മൂപ്പരടൊക്കെ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടത്. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള മെയിൻ സാധനങ്ങളിൽ ഒന്ന് ബീഫ്. പിന്നെ അതിൻ്റെ മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ നേരത്തെ എത്തിയ കാരണം ഭയങ്കര ചൂടാണ് കേട്ടോ കറികൾക്കൊക്കെ. അപ്പോൾ നമ്മുടെ ബീഫ് വന്നു. ബീഫും നല്ല അടുപ്പത്തു നിന്ന് കണ്ട് എടുത്ത് കൊടുത്തിട്ടുള്ള സാധനമാണ്, കാരണം ഭയങ്കര ചൂടാണ്. ഇതാണ് ഇവിടുത്തെ ചിക്കൻ. പക്ഷേ ചിക്കൻ ഞാൻ അത്ര പറയില്ല. ചിക്കനിലിപ്പോൾ നമുക്ക് അത്ര വലിയ വെറൈറ്റി ഒന്നും ഫീൽ ചെയ്യില്ല. ചിക്കൻ ഒരു നോർമൽ ചിക്കനൊക്കെ പോലെ, പക്ഷേ ഒരു മസാല നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഒരു ബീഫ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങാൻ നേരം ആകുമ്പോഴത്തേനും അത്യാവശ്യത്തിന് ആൾക്കാരായിട്ട് അവിടെ ഉണ്ടല്ലോ. ഈ കോണിപ്പടി കയറുമ്പോൾ ഉണ്ടല്ലോ, ഒരു സ്റ്റെപ്പ് തെറ്റി കഴിഞ്ഞാൽ നമ്മളൊരു സെക്കൻഡ് കൊണ്ട് താഴത്തേക്ക് എത്തും. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സൈക്കോ കുക്സൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.